ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും എവരിവൺ, വെൽക്കം ടു നിഷാനാസ് ടേസ്റ്റി ഹട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ നമുക്ക് വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയാൽ ഒരു സാമ്പാർ കിട്ടും. ഇത്തിരി മധുരമൊക്കെ ഉള്ള ഒരു സാമ്പാർ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു സാമ്പാർ നമ്മളെ വീട്ടിലുള്ള ചേരുവകളൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, സാമ്പാർ പൊടി ഇല്ലാണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. സാമ്പാർ പൊടി ഉണ്ടായിട്ടും ഇല്ലാണ്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് കരുതുകയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പറയുകയാണ്, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. പിന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇത്തിരി പച്ചക്കറികൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് കാര്യമായിട്ട് വേണ്ടത് മത്തനാണ്. അപ്പോൾ മത്തൻ ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. മധുരമുള്ള മത്തനാണെങ്കിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ മറ്റ് പച്ചക്കറികൾ മുരിങ്ങക്കായ ആയാലും അല്ലെങ്കിൽ വേറെയുള്ള ക്യാരറ്റൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചൊക്കെ എടുക്കാം. മത്തനാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിലേക്ക് വേണ്ടത്. ഞാൻ പരിപ്പ്, ഈ ഓറഞ്ച് കളറുള്ള പരിപ്പാണ് വേഗം വേവുന്നതും അതാണ് ടേസ്റ്റും അതുതന്നെയാണ് കേട്ടോ അതിലേക്ക്. പിന്നീട് ഞാനൊരു 6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സവാള അല്ലാണ്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതൊന്ന് ടേസ്റ്റ് ആയിരിക്കും. അത് പിന്നെ എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ്. അതുപോലെ ഒരു തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾ കുക്കറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്നും കൂടി എളുപ്പമായിരിക്കും. ഈ ചേരുവകളെല്ലാം കൂടെ ഒരൊറ്റ വിസിൽ കൊണ്ട് തന്നെ വേവിച്ചെടുക്കാവുന്നതാണ്. പരിപ്പും ഉള്ളിയൊക്കെ നന്നായിട്ട് വേവായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചുള്ള പച്ചക്കറി ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സാമ്പാർ പൊടി ഇല്ലാണ്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ അതിന് പകരം മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് 1 ടീസ്പൂണിൽ നിറച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ചെറിയ ജീരകമാണ്. അപ്പം നമ്മൾ സാമ്പാർ പൊടി ഇട്ട് കൊടുത്താലും ചെറിയ ജീരകത്തിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് 3/4 ടീസ്പൂണോളം ചെറിയ ജീരകത്തിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വെളുത്തുള്ളിയും ചെറിയ ജീരകമാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ മുളക് പൊടിക്കും മല്ലിപ്പൊടിക്കും പകരം സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം. പക്ഷേ ചെറിയ ജീരകത്തിൻ്റെ പൗഡർ സാമ്പാർ പൊടി ഇട്ട് കൊടുത്താലും നമ്മൾ ഇട്ട് കൊടുക്കണം. ഇനി ഇതേ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. മത്തനല്ലെങ്കിലും പെട്ടെന്ന് വേവുന്ന ഒന്നാണല്ലോ. മത്തൻ്റെ ഇതുപോലെ നമ്മളൊന്ന് അടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ മാത്രമേ ആ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചെറിയൊരു മധുരത്തോടു കൂടിയുള്ള കറിയാണിത് ഉണ്ടാവുക. പൊതുവേ നമ്മൾ ഇഡ്ഡലി ദോശയിലേക്കൊക്കെ ഉണ്ടാകുമ്പോൾ പൊതുവേ ഇത്തിരി മധുരം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അധികം മത്തനിട്ടിട്ട് ചെയ്യുന്നത്. പിന്നെ ആ മധുരമൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉടച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ വെളുത്തുള്ളി നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് അതും ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ വെളുത്തുള്ളി നിങ്ങൾക്ക് ജസ്റ്റ് ചതച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കായത്തിൻ്റെ പൗഡർ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത്തിരി പുളിക്ക് വേണ്ടിയിട്ട് പുളിയുടെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം ചില ആൾ തക്കാളി ഇട്ടതുകൊണ്ട് നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. അതിൽ അത്യാവശ്യം പുളി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പം നമ്മൾ ചോറിലേക്കാകുമ്പോൾ നല്ല പുളി വേണ്ടി വരും. പക്ഷേ ഇഡ്ഡലി ദോശയിലേക്കൊന്നും ഒരുപാട് പുളി ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല താനും. അപ്പോൾ അവസാനമായിട്ടൊരു മേമ്പൊടിക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൗഡർ വീണ്ടും ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഓൾറെഡി 3/4 ടീസ്പൂൺ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെന്ത് ഇങ്ങനെ തിളയ്ക്കുന്ന ഈ സമയത്ത് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് കടുക് വറുത്തെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഇത്തിരി കടുക്, കുറച്ച് ചെറിയ ജീരകം അതുപോലെ തന്നെ ഇത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇത്തിരി ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇത് ഉണക്കമുളക്, കറിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ടാണ് ഒന്ന് കടുക് വറുത്തെടുക്കുന്നത്. പിന്നെ ഇത് നേരത്തെ ഞാൻ ഇട്ട് കൊടുക്കാൻ മറന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് ശർക്കരയാണ്. അപ്പോൾ പൊതുവേ നമ്മൾ ശർക്കരയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്, കാരണം ഇത്തിരി മധുരത്തിൻ്റെ ഒരു ടേസ്റ്റ് വരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹോട്ടലുകളൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ഇഡ്ഡലിയുടെ കൂടെ ദോശയുടെ കിട്ടുന്ന സാമ്പാറിന് ഇത്തിരി മധുരം ഉണ്ടാവും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിന് കാരണം ഇതും കൂടി ഇട്ട് കൊടുക്കുന്നത് കൊണ്ടാണ്. പിന്നെ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവസാനമായിട്ടുള്ള ഇട്ട് കൊടുക്കേണ്ട ഒന്നാണ് മല്ലിയില. മല്ലിയില നമ്മൾ ഇത്തിരി സാധാരണ കുറച്ചൊക്കെ ഇട്ട് കൊടുക്കും, പക്ഷെ അങ്ങനെയല്ല. ഈ ഒരു സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം തന്നെ ഇട്ട് കൊടുക്കണം. കാരണം ചെറിയ ജീരകം, മല്ലിയില, വെളുത്തുള്ളി ഈ 3ൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഇല്ലാതെ ഈ ഒരു
സാമ്പാർ ഉണ്ടാക്കിയാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ, അതിൻ്റെ പെർഫെക്ഷൻ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ഈ 3 ഘടകമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സാമ്പാർ പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞത് ഞാൻ സാമ്പാർ പൊടി ഇല്ലാണ്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ 3 തിങ്സും എന്തായാലും ഉണ്ടാവണം. അപ്പോൾ അത് നമ്മുടെ അസൽ ഇഡ്ഡലിക്കും ദോശയ്ക്കും പറ്റിയ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ ഇനി പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. വൺസ് അഗൈൻ ഇറ്റ്സ് മീ നിഷന. താങ്ക് യു സോ മച്ച്.